നമസ്കാരം. പ്രസവത്തിനിടെ മതിയായ ചികിത്സ ലഭിക്കാതെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെ റിമാൻഡ് ചെയ്തു. മണക്കാട് സ്വദേശി നയാസിനെ നേമം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിക്കുക എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം വീടുകളിൽ അക്യുപങ്ചർ ചികിത്സ നടക്കുന്ന വിവരം ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. നയാസിന്റെ ഭാര്യ പാലക്കാട് സ്വദേശിനി ഷമീറയും നവജാത ശിശുവുമാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത്. വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാൻ ശ്രമിച്ചതാണ് ഇരുവരുടെ മരണത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അക്യുപങ്ചർ ചികിത്സയിലൂടെയാണ് ഇയാൾ ഭാര്യയുടെ പ്രസവം എടുത്തത്. എന്നാൽ ഇതിനിടെ അമിതമായി രക്തസ്രാവം ഉണ്ടാവുകയും ബോധരഹിതയാവുകയും ചെയ്തു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്മയും കുഞ്ഞും മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ആരോഗ്യ പ്രവർത്തകരും കൗൺസിലറും വീട്ടിലെത്തിയെങ്കിലും ഇവരോട് സംസാരിക്കാൻ ഷമീറ ബീവിയെ നയാസ് അനുവദിച്ചിരുന്നില്ല. വിവരങ്ങൾ നൽകാനും തയ്യാറായില്ല. ഇവരെ ഭീഷണിപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നും പരാതിയുണ്ട്. തൻ്റെ ഭാര്യയുടെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും യൂട്യൂബ് വഴി പ്രസവം നടത്തുമെന്നും പറഞ്ഞതായും കൗൺസിലർ പറഞ്ഞു. നയാസും ഇയാളുടെ മകളും മറ്റൊരു യുവതിയും ചേർന്നാണ് ഷമീറ ബീവിയുടെ പ്രസവം എടുത്തതെന്നാണ് വിവരം. ഷമീറയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി നയാസ് തന്നെയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. നയാസിന്റെ മണക്കാടുള്ള ഭാര്യയിലെ മകളാണ് പ്രസവം എടുക്കാനെത്തിയത്. 3 സിസേറിയൻ നടത്തിയിട്ടുള്ള ഷമീറയെ കൊല്ലാൻ ഉറപ്പിച്ചായിരുന്നു ഈ നീക്കമെന്നാണ് ആരോപണം. നാട്ടുകാരുടെ ഇടപെടലാണ് വസ്തുത പുറത്തു കൊണ്ടുവന്നത്. മകൾ 4ാമത് ഗർഭിണിയാണെന്ന വിവരം നയാസ് തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന് മരിച്ച ഷമീറയുടെ മാതാപിതാക്കളും പ്രതികരിച്ചിരുന്നു. 1 മാസം മുൻപ് മാത്രമാണ് ഷമീറ ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. പ്രസവശേഷം വീട്ടിലെത്താമെന്നും സഹായത്തിന് ആളുണ്ടെന്നും ഷമീറ പറഞ്ഞുവെന്നും എന്നാൽ പിന്നീട് ഫോൺ വിളിച്ചിട്ട് മകളെ ഫോണിൽ കിട്ടിയില്ലെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തി. യുവതിക്ക് നൽകിയത് അക്യുപങ്ചർ ചികിത്സയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭീമാപള്ളിയിൽ ക്ലിനിക്ക് വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബാണ് യുവതിയെ ചികിത്സിച്ചത്. ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചുവെന്ന് പോലീസ് പറയുന്നു. ആശുപത്രിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോട് നയാസ് മോശമായി പെരുമാറിയെന്ന് പോലീസ് കണ്ടെത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് ഗർഭിണിയായിരുന്ന ഷമീറ അമിത രക്തസ്രാവത്തെ തുടർന്ന് ബോധരഹിതയായത്. ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിനിയായ ഷമീറയുടെയും പൂന്തുറ സ്വദേശിയായ നയാസിൻ്റെയും 2ാം വിവാഹമാണിത്. ഷമീറയ്ക്കും നയാസിനും 2 കുഞ്ഞുങ്ങളുണ്ട്. ഇരുവർക്കും ആദ്യ വിവാഹത്തിൽ മക്കളുണ്ട്. ആദ്യ വിവാഹത്തിലെ മകൾ ഗർഭമെടുക്കാൻ ഉണ്ടായിരുന്നുവെന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവാണ്. നയാസിന് വേറെയും ഭാര്യമാരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നെടുമങ്ങാടായിരുന്നു ഇവർ ആദ്യം താമസിച്ചിരുന്നത്. ഗർഭിണിയായ ശേഷമാണ് കാരക്ക മണ്ഡപത്തേക്ക് മാറിയത്. ഭാര്യയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ മാറ്റമെന്നും സംശയമുണ്ട്. ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. നയാസ് ഇതിന് തയ്യാറാകാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ടിട്ടും പ്രസവം വീട്ടിൽ മതിയെന്ന് നയാസ് വാശി പിടിക്കുകയായിരുന്നു. ഇതോടെ അവർ മടങ്ങി. ഷമീറയുടെ ഭർത്താവ് നയാസ് തിരൂർ സ്വദേശിയായ വ്യാജ അക്യുപങ്ചർ സിദ്ധന്റെ ശിഷ്യനാണെന്നും ആരോപണമുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ 10ഓളം പഠന കേന്ദ്രങ്ങളുമുണ്ട്. കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് തിരുവനന്തപുരത്തെ പഠന കേന്ദ്രം. അക്യുപങ്ചർ എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ അക്യുപങ്ചറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചികിത്സയാണെന്നാണ് ആരോപണം. കേരളത്തിൽ ഇതിനിരകളായി ഇതിനു മുൻപ് നിരവധി പ്രസവ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ വീടുകളിൽ വർദ്ധിച്ചു വരുന്ന പ്രസവത്തിനും അപകടങ്ങൾക്കും കാരണം ഈ വ്യാജ ചികിത്സകരുടെ സ്വാധീനമാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. നയാസിനെതിരായ പരാതി പോലീസിന് മുന്നിൽ നേരത്തെ എത്തിയിരുന്നു. യൂട്യൂബ് നോക്കി സാധാരണ പ്രസവം നടക്കുമെന്ന് യുവതിയുടെ ഭർത്താവ് നയാസ് ആവശ്യപ്പെട്ടെന്നും ആശുപത്രിയിലാക്കാൻ ആവശ്യപ്പെട്ട പോലീസിനോട് എനിക്കില്ലാത്ത വേവലാതി നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചതായും വാർഡ് കൗൺസിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുവതിയുടെ ആദ്യ 3 പ്രസവം സിസേറിയൻ ആയിരുന്നുവെന്നും അവസാന പ്രസവം കഴിഞ്ഞിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂവെന്നും ആരോഗ്യ പ്രവർത്തകരും വെളിപ്പെടുത്തുന്നു. ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന പേടിയിലായിരുന്നു ഷമീറ ബീവിയെന്നും കൗൺസിലർ വെളിപ്പെടുത്തുന്നു. ആ മൊഴിയും സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നു. എൻ്റെ ഭാര്യയെ എനിക്ക് നോക്കാനറിയാം, നാട്ടുകാർ നോക്കേണ്ടെന്നും നയാസ് പറഞ്ഞുവെന്ന് അയൽവാസികളായ സ്ത്രീകളും വെളിപ്പെടുത്തുന്നു. അയൽവാസികളുമായി യുവതിയും മക്കളും സംസാരിക്കുന്നത് നയാസിന് ഇഷ്ടമില്ലായിരുന്നുവെന്നും നാട്ടുകാർ വെളിപ്പെടുത്തി. മൂത്ത മകൻ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു.